നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോഴിതാ ഫ്രഞ്ച് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പീഡോഫൈൽ കേസിന്റെ വിശദാംശങ്ങളാണ് പുറത്തുവരുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അതീവ ക്രൂരമായിട്ടുള്ള പീഡന വാർത്തകൾ എപ്പോഴും ഉയർന്നു കേൾക്കാറുള്ളതാണ്. ഇപ്പോൾ താൻ ചികിത്സിച്ചിട്ടുള്ള 300 കുട്ടികളെയും ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുള്ള ഒരു 74-കാരനായ ജോയൽ ലെ സ്കൗറിക് ഒടുവിൽ കുറ്റം സമ്മതിച്ചതോടെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ പീഡോഫൈൽ കേസിന്റെ ഞെട്ടിക്കുന്ന കഥ ഇപ്പോൾ പുറംലോകം അറിഞ്ഞിരിക്കുന്നത്. ബീച്ച് ജമ്പറും കറുത്ത ജാക്കറ്റും ധരിച്ച് വെള്ള മുടിയുള്ള സ്കൗറിക് തന്റെ പീഡനത്തിന് ഇരയായവരുടെ മുന്നിലേക്കാണ് കഴിഞ്ഞ ദിവസം എത്തിയത്. ഇയാളുടെ ചിത്രങ്ങളും വാർത്തകളിൽ പുറത്തു വന്നിട്ടുണ്ട്. 3 പതിറ്റാണ്ടോളമാണ് ഇയാൾ സർജനായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്. ആ ഒരു കാലഘട്ടത്തിലാണ് ഇത്രയും പീഡനങ്ങൾ നടത്തിയിരിക്കുന്നത്. അതിനിടെ ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കമുള്ള 299 പേരെ ആക്രമിക്കുകയോ ബലാത്സംഗം ചെയ്യുകയോ ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ, ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഫ്രാൻസിലുടനീളം ജോലി ചെയ്തിരുന്ന സ്കൗറിക് പലരെയും അനസ്തേഷ്യയ്ക്ക് വിധേയരാക്കി ശസ്ത്രക്രിയകൾ നടത്തിയിരുന്നു. 2020-ൽ അയൽവാസിയായ 6 വയസ്സുകാരനെയും 4 വയസ്സുള്ള ഒരു രോഗിയെയും അയാളുടെ 2 മരുമക്കളെയും ആക്രമിച്ച കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സ്കൗറിക് നിലവിൽ 15 വർഷത്തെ തടവ് അനുഭവിക്കുകയാണ്. 2017-ൽ 6 വയസ്സുകാരിയായ പെൺകുട്ടി തന്റെ മാതാപിതാക്കളോട് പൂന്തോട്ടത്തിൽ വെച്ച് സ്കൗറിക് തന്നോട് കാട്ടിയ അതിക്രമത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയപ്പോഴാണ് അയാൾ അത്രയും കാലം ചെയ്ത കുറ്റകൃത്യത്തിന്റെ യഥാർത്ഥ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് പുറം ലോകം അറിഞ്ഞത്. ഈ കുട്ടി ഇത് തുറന്നു പറഞ്ഞ ഉടൻ തന്നെ അവർ പോലീസിനെ ബന്ധപ്പെടുകയായിരുന്നു. തുടർന്ന് ജോൺസാക്കിന്റെ സ്കൗറിക്കിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വളരെ ഞെട്ടിക്കുന്ന തെളിവുകളും പോലീസിന് ലഭിച്ചത്. അതായത് ഈ ബാലപീഡനം ചിത്രീകരിക്കുന്ന ഞെട്ടിക്കുന്ന തെളിവുകളാണ് ആ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്. അതിൽ 3 ലക്ഷത്തോളം ഫോട്ടോകളും വീഡിയോകളും ഇരകളുടെ പേരുകൾ, ആക്രമണങ്ങളുടെ വിവരങ്ങൾ, തീയതികൾ എന്നിവയുൾപ്പെടെ കൃത്യമായി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നേരെയുള്ള അദ്ദേഹത്തിന്റെ മുഴുവൻ ആക്രമണങ്ങളെയും സൂക്ഷ്മമായ വിവരങ്ങൾ അടങ്ങിയ ഡയറി കുറിപ്പുകളാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, വീടിന്റെ പാർക്കറ്റ് ഫ്ലോറിങ്ങിനടിയിൽ നിന്നും ഇയാൾ പേരുകൾ നൽകിയ ഒരു കൂട്ടം പാവകളെയും ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതൊന്നും അറിയില്ല. ഡയറി കുറിപ്പിൽ സ്കൗറിക് കൊന്നവരുടെ കൂട്ടത്തിൽ ഈ പേരുകളും ഉണ്ടെന്ന് പോലീസ് ഞെട്ടലോടെയാണ് കണ്ടെത്തിയത്. ഡയറിയിലെ ഒരു കുറിപ്പിൽ ഞാൻ ഒരു പീഡോഫൈലാണ്, ഞാൻ എപ്പോഴും അങ്ങനെയായിരിക്കും എന്ന് സ്കൗറിക് സ്വന്തം കൈപ്പടയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഇയാളുടെ ഡയറി കുറിപ്പുകൾ വെച്ചാണ് പോലീസ് പല ഇരകളെയും കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ അവരിൽ പലരെയും മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചതിനാൽ ഈ സംഭവം പലർക്കും ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ താൻ പീഡിപ്പിച്ചിട്ടുള്ള പലരുടെയും വിവരങ്ങൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മറ്റു ചിലർ ആത്മഹത്യയിലേക്കും മദ്യത്തിനും മയക്കുമരുന്നിന് അടിമകളായോ മാറുകയും സാമൂഹിക ബന്ധങ്ങൾ പോലും സ്ഥാപിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഭർത്താവ് ഡൊമിനിക്കിന്റെ നിർദ്ദേശപ്രകാരം ഗിസയിലെ പെലിക്കോട്ട് എന്ന യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്ത 51 പുരുഷന്മാർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനു ശേഷം ഫ്രാൻസിനെ പിടിച്ചുകുലുക്കിയ 2ാമത്തെ വലിയ ലൈംഗിക പീഡന കേസാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്.